നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 22-ാം തീയതി 1200-ാം ആണ്ട് ധനുമാസം 7-ാം തീയതി. ഇന്ന് ഞായറാഴ്ച. ഉത്രം നക്ഷത്രമാണ്. ഇന്നത്തെ നക്ഷത്രം ഉത്ര നക്ഷത്രം, ശുഭനക്ഷത്രമാണ്. ഇപ്പോൾ ഉത്തര നക്ഷത്രമാണ്, ഞായറാഴ്ചയാണ്. അങ്ങനെ ഒരു സന്തോഷപ്രദമായ ഒരു ശുഭദിനമാണ് നിങ്ങൾക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ശുഭദിനമെന്ന് പറയുമ്പോൾ ശുഭകാര്യം, ഞായറാഴ്ചയായിട്ട് എന്തൊക്കെ ശുഭകാര്യങ്ങൾ, സന്തോഷം ഉള്ള ദിവസമാണ്. കുടുംബസമേതം വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ്. അപ്പോൾ കുടുംബസമേതം നിൽക്കുന്ന ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ദിവസം കിട്ടേണ്ടത്. അന്ന് നല്ല ദിവസമല്ല എങ്കിൽ കുടുംബത്തിനകത്ത് തന്നെ ചിത്രത ഉണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഐക്യക്കുറവ് വരും. നമുക്ക് ഓഫീസിലൊക്കെ ഉള്ള ദുരിതങ്ങളൊക്കെ മാറ്റി നമുക്ക് എനർജി ശേഖരിച്ച് നമുക്ക് കുടുംബത്തിൽ നിന്ന് സന്തോഷത്തെ പ്രദാനം ചെയ്ത് ഭാര്യ, മക്കൾ സമേതം നിന്ന് ഒരു ദിവസം, ഏറ്റവും നല്ലൊരു ദിവസം, ചിലപ്പോൾ ശനിയാഴ്ചയും വർക്കുള്ളവർക്ക് ഞായറാഴ്ച ഒരു ദിവസമേ കിട്ടത്തുള്ളൂ. ഈ ദിവസമാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു ദിവസത്തെ പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ധനുമാസത്തിലെ ഉത്ര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ശരിക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ ശരിക്ക് ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയാണ്. സൂര്യൻ എപ്പോഴും പ്രശസ്തിയെ കൊടുക്കും, പ്രകാശത്തെ കൊടുക്കും, വളരെ എനർജിയെ കൊടുക്കും. അപ്പോൾ സൂര്യൻ്റെ ദിവസം ഞായറാഴ്ച വന്നിരിക്കുകയും ശുഭദിവസമായി വന്നിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളിൽ ശോഭിക്കാൻ പറ്റും, പ്രകാശിക്കാൻ പറ്റും. പല മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളും സഫലീകരിക്കാൻ പറ്റും. ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും. അതുപോലെ വിദ്യാഭ്യാസപരമായി പ്രവർത്തിക്കുന്നവർക്ക് വിദ്യാവിജയം ഉണ്ടാവും. അങ്ങനെ ശോഭിക്കാൻ പറ്റുന്ന ഒരു ദിവസവും കൂടിയാണ് നിങ്ങൾക്കിന്ന് അറിയുക. അതുപോലെ ഇന്ന് നല്ല ദിവസമാണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നല്ല ദിവസമാണെങ്കിലും ആ നല്ല ദിവസത്തിൽ കൊള്ളാത്ത ചില പീരീഡുകളുണ്ട്. അതിനെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യാത്രയ്ക്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാവുകാലം. രാവുകാല സമയം ഇന്നും വന്നിരിക്കുന്നത് ശരിക്ക് 4:30 തൊട്ട് 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 4:40 തൊട്ട് രാവുകാലം ആരംഭിക്കും. 6 മണി 6 മിനിറ്റ് വരെ ഉള്ളൂ. അപ്പോൾ ചുരുക്കം മിനിറ്റുകൾ, ഒരു 10 മിനിറ്റിൻ്റെയോളം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് രാവുകാലം ഒന്നുകിൽ 4:40 മുമ്പോ 6:06 ശേഷമോ യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. എന്നാലും നമുക്ക് ഇന്ന് ചില കാര്യങ്ങൾ നല്ല പോലെ തന്നെ ചെയ്തേ തീരുള്ളൂ. നമുക്കിന്ന് അഭിജിത്ത് മുഹൂർത്തവും കൂടി നോക്കാവുന്നതേ ഉള്ളൂ. അഭിജിത്ത് മുഹൂർത്തം 11:59 തൊട്ട് 12:47 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമുണ്ട്. 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. അഭിജിത്ത് മുഹൂർത്തം നല്ല സമയത്തിൽ നല്ല സമയമാണ്. നമുക്ക് ഒന്നും നോക്കാതെ ചെയ്യാവുന്ന സമയവും കൂടിയാണ്. പക്ഷേ രണ്ട് സമയങ്ങൾ നമുക്ക് ഒരു കാര്യത്തിനും, മറ്റത് രാവുകാല സമയം യാത്രയ്ക്ക് മാത്രമേ ബാധകമാവുള്ളൂ എങ്കിൽ മറ്റ് രണ്ട് സമയങ്ങൾ ഒരു കാര്യത്തിന് നല്ലതല്ല. യമകണ്ഠകാലവും ഗുളികകാലവും. അതിൽ യമകണ്ഠകാല സമയം വരുന്നത് 12:23 തൊട്ട് 1:49 മിനിറ്റ് വരെയും, ഗുളികകാല സമയം 1:14 തൊട്ട് 3:14 തൊട്ട് 4:40 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. അതുപോലെ ഇന്നും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുത്തു പോകുന്നത് നന്നായിരിക്കും. ശരിക്കും ഞായറാഴ്ച ആയതുകൊണ്ട് സൂര്യൻ്റെ കളറുകൾ ആയിട്ടുള്ള, അതായത് പ്രകടമായ കളറുകൾ, വയലറ്റ് കളറാവട്ടെ, റെഡ് കളറാവട്ടെ, അതുപോലെ താമരപ്പൂവിൻ്റെ കളറാവട്ടെ, അതുപോലെ തന്നെ ചുടുകലിൻ്റെ കളറാവട്ടെ, ഒക്കെ നമുക്ക് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാൻ സഹായിക്കും. പിന്നത്തെ ദിവസം എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.